UK-ലെ മിക്ക കാറുകളുടെയും ബാറ്ററി മാറ്റിക്കഴിഞ്ഞാലോ ഡ്രെയിൻ ആയി പോയാലോ അല്ലെങ്കിൽ ടെർമിനലിൽ നിന്ന് വയർ മാറ്റിയാൽ പോലും നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിന് സേഫ് മോഡ് എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേയിൽ വന്ന് ഇങ്ങനെ കിടക്കും. അതിന് 2 ഓപ്ഷനേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓണും ഓഫും. അപ്പോൾ അത് സേഫ് മോഡ് മാറ്റാൻ വേണ്ടി നമ്മുടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എബോവ് £100 അവർ ചാർജ് ചെയ്യും. മേ ബി ഒരു 1 month അബൌട്ട് വെയിറ്റിംഗ് പീരീഡും അല്ലെങ്കിൽ ബുക്കിംഗ് ടൈമും തരും. നമുക്ക് മറ്റ് ചില വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ലെന്നാണ് പലരും പറയാറുള്ളത്. സോ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മാറ്റിയായിരുന്നു. ഞാൻ മാറ്റുന്ന സമയത്ത് വെറും 15 പൗണ്ടിന് അത് മാറ്റിയെടുത്തു. രണ്ടാമത് ഇപ്പം ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെക്ക് ചെയ്തപ്പോൾ 17 പോയിന്റ് സംതിങ് ആണ് അത് കാണിക്കുന്നത്. സോ നമുക്ക് ആദ്യമേ അതെന്താണ് സേഫ് മോഡ് വരുന്നത്, നമുക്ക് ഈ ടെർമിനൽ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ഓഡിയോ സിസ്റ്റം മറ്റേതെങ്കിലും സിസ്റ്റത്തിൽ വെക്കുകയാണോ അതല്ലെങ്കിൽ നമ്മുടെ വണ്ടി ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയതാണോ, അപ്പോൾ അതിനുവേണ്ടി അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോക്ക് വെക്കുന്നത്. നമ്മുടെ ഫോണൊക്കെ സെക്യൂരിറ്റി ലോക്ക് ആവുന്ന പോലെ അതങ്ങ് ഓട്ടോമാറ്റിക് ലോക്കായി പോകും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ പ്ലേറ്റും നമ്മുടെ RC ബുക്കിന്റെ അല്ലെങ്കിൽ V5-ന്റെ ഒക്കെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കോഡ് അയച്ചു തരും. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ എടുക്കാൻ പറ്റും. അപ്പോഴും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. സോ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ റേഡിയോ സിസ്റ്റത്തിന് ഒരു സീരിയൽ കോഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ആർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടുണ്ട്, സേഫ് മോഡ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓഡിയോ സിസ്റ്റം കേടാണെന്നും പറഞ്ഞ് നിങ്ങൾ മാറാൻ നിൽക്കേണ്ട. അതുപോലെ ഇതിന്റെ ഫുൾ പ്രോസസ്സ് എങ്ങനെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.